സബ്വേകൾ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 500 മീറ്റർ ഇടവിട്ടിട്ട് നമ്മുടെ തുരങ്കപാതയുടെ ഉള്ളിൽ സബ്വേകളുണ്ട്. അതായത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള സബ്വേകൾ ഇങ്ങനെ ഒരുപാട് നിർമ്മിക്കുന്നുണ്ട്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്കപാതയുടെ വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ. അതിൽ മേപ്പാടി കള്ളാടി ഭാഗത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേപ്പാടിയിൽ നിന്ന് വരുന്ന റോഡ്. ഊരാളുങ്കൽ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന റോഡ്. ഏകദേശം പകുതിയിലേറെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ സൈഡ് വൃത്തിയാക്കുന്ന വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഈ റോഡ് അങ്ങനെ പോയിട്ട് നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന റോഡാട്ടോ. ഇനി ഇവിടെ മൊത്തം അങ്ങ് മാറും. ഇതാണ് നമ്മുടെ തുരങ്കപാതയുടെ എൻട്രൻസ്. ഈ റോഡിൻ്റെ മുകളിൽ നിന്ന് 110 മീറ്റർ ഉള്ളോട്ടായിട്ടാണ് ഈ തുരങ്കപാതയുടെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അവിടെ ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ മുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ. അവിടുന്ന് നേരെ താഴെ കേട്ടോ വർക്ക്. ആ കാണുന്ന മണ്ണുകളൊക്കെ എടുക്കാനുള്ളതാണ്. നമ്മുടെ JCB ഇറ്റാച്ചിയൊക്കെ നിൽക്കണുണ്ടോ ഇതുവരെയൊക്കെ. അപ്പം അതിൻ്റെ ആ ഒരു അത്രയും ഏരിയ മണ്ണൊക്കെ എടുത്തിട്ട് അവിടെ നിന്നൊക്കെ മാറ്റിയതിന് ശേഷം ആണ് നമ്മുടെ തുരങ്കപാത ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ്. ആൻഡ് അവിടെ പാറ ആണെങ്കിൽ അല്ലെങ്കിൽ മണ്ണെന്നാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ തുടങ്ങും. ഏതായാലും ആനക്കാമ്പൊയിൽ ഭാഗത്ത് ഫുള്ള് പാറയാണ്. സ്റ്റാർട്ടിങ് ഉഷാർ പാറാണ്. അപ്പോൾ അവിടെ അതിനുള്ള കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഞാനിതിൻ്റെ ആനക്കാമ്പലത്തെ അപ്ഡേഷൻ വിട്ടിരുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് ബ്ലാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് പാറകൾ അവിടെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏതായാലും സൂപ്പർ. നമ്മുടെ തുരങ്കപാതൻ്റെ വീഡിയോ കണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്തേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഒരു സ്ട്രിക്റ്റ് നിയമമാണ് അവിടെ. അങ്ങോട്ട് ക്യാമറ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല ചീത്ത കേൾക്കും. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം വർക്കായി എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്നൊക്കെ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇല്ല 8.110 കിലോമീറ്റർ ദൂരത്തിലുള്ള ഇരട്ട തുരങ്കപാത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഇരട്ട തുരങ്കപാത. അടിപൊളി. അത് നമ്മുടെ കോഴിക്കോട് വയനാട് തെക്കൻ കേരളത്തിലേക്ക് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ കേട്ടോ. ബാംഗ്ലൂർ കർണാടകയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, ചരക്ക് ലോറികൾക്കൊക്കെ സുഖമായിട്ട് അങ്ങനെ പോകാം. ഈ തുരങ്കപാത യാഥാർത്ഥ്യമായാൽ. ഏതായാലും അവരുടെ ആ ബൗണ്ടറി ഫുള്ള് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കമ്പിവേലികളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് ഒരു ആംബുലൻസ് അവിടെ ഉണ്ട്. ആനക്കാമ്പൊയിലും ഉണ്ട് ഒരു ആംബുലൻസ്. ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ അതാ കണ്ടെയ്നർ ഒരുപാട് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. കണ്ടെയ്നറൊക്കെ എൻ്റെ അഭിപ്രായത്തിലൊക്കെ ഉള്ളോട്ട് മുകളിലേക്ക് പോകാനുള്ളതായിരിക്കും. ആ ഭാഗത്തേക്ക് കുറേ ഏരിയ അവരുടെ ഡംപിങ് യൂണിറ്റായിട്ട് അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ്ടോ മിക്സഡ് യൂണിറ്റുകളൊക്കെ. ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് ഇഷ്ടംപോലെ ഉണ്ട്. 2 മെഷീന്. ഏതായാലും ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്കിനായിട്ട് തന്നെ 2 മെഷീൻ ഉണ്ട്. പിന്നെ നമ്മുടെ ബൂമർ മെഷീൻ 2 ഉണ്ട്. ഇപ്പോഴും ആളുകൾക്ക് സംശയം കേട്ടോ. അതായത് ബൂമർ മെഷീൻ കൊണ്ട് ആണോ തുളയ്ക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ഡ്രില്ല് ചെയ്ത് തുളച്ചതിന് ശേഷം ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിക്കുന്ന പരിപാടിയായിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ നോട്ടം ടെക്നോളജി എന്നാണ് അതിന് പറയാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊബൈലിലൊക്കെ കാണുന്നത് പോലെ വലിയ മെഷീൻ TBM മെഷീന്, അത് നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിന് ചിലവ് കൂടുതലാണോ എന്താ അറിയില്ല. അതല്ല കേട്ടോ ഇവിടെ നോട്ടം ടെക്നോളജി. അതുകൊണ്ടാണ് ഇവർക്ക് 5 വർഷം വേണ്ടി വരുന്നത്. നമ്മുടെ TBM മെഷീനാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ അവർ വർക്ക് തീർത്താണ്ട് പോകും. അതമ്മാതിരി മെഷീനാണ്. ആ മെഷീനാണ് ശരിക്കും മലകൾക്കൊക്കെ നല്ലതെന്ന് തോന്നുള്ളൂ. ആവശ്യമുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ നിന്നും
തുറന്നെടുക്കാന്ന് പറയും. അങ്ങനെ തുറന്നെടുക്കുമ്പം വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിക്കുന്ന പരിപാടിയല്ലേ അത്. ഇത്രയും വലിയ മലൻ്റെ മുകളിൽ വലിയ പാറൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു ബ്ലാസ്റ്റിംഗ് നടത്തി വെച്ച് മലക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഉള്ളോട്ട് പോകും തോറും എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. ഏതായാലും വർക്കൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ അല്ലേ. ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആരും ഒന്നും കരുതണ്ട കേട്ടോ. എന്താ അവിടെ നിന്നോട്ട് നിന്ന് വീഡിയോ എടുക്കുന്നതുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകുമല്ലോ. അവസാന ഘട്ടത്തിലാണ് അവിടെ മണ്ണെടുക്കൽ ജോലികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാലേ നമ്മളെ തുരങ്കത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് കഴിയുന്നത് വരെ നമ്മുടെ ബൂമർ മെഷീനൊക്കെ അവർ ഇവിടുന്ന് മാറ്റിയോ. ബൂമർ മെഷീനൊക്കെ കുറേ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് മുന്നോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക്. തകൃതിയായിട്ട് തന്നെ വർക്ക് നടക്കുന്നു കേട്ടോ. അവിടെ നല്ല പാറ പൊട്ടിക്കുന്ന സൗണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ. ഈ ഏരിയയിൽ കുറച്ച് നല്ല കരിമ്പാറ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി പൊട്ടിച്ചെടുക്കുന്നതാണ്. നമ്മുടെ തുരങ്കപാതയുടെ ഹൈറ്റ് എത്ര വരുന്ന അറിയാം? ഹൈറ്റ് 5.5 മീറ്റർ ആട്ടോ ഹൈറ്റ് വരുന്നത്. 5.5 മീറ്റർ ഹൈറ്റ് മതിയാവും എന്നുള്ളൊരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു. 5.5 മീറ്ററൊക്കെ പക്ക റെഡി ആട്ടോ. നമ്മുടെ മലാപ്പറമ്പ് NH66 മലാപ്പറമ്പ് അണ്ടർപാസ് 5.5 മീറ്റർ ആട്ടോ. നല്ല ഹൈറ്റുണ്ട്. വലിയ ലോറി പോയാലും ഒരുപാട് 1.5 മീറ്റർ എന്നാലും ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5.5 മീറ്ററൊക്കെ കൂടുതലാട്ടോ. 5.5 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഫൈനലാട്ടോ. അതായത് ടാറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള 5.5 മീറ്റർ. ഇപ്പോൾ ഉള്ള ടാറിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീടാറിങ് ഒക്കെ നടക്കുകയെന്നുണ്ടെങ്കിൽ പഴയ ടാറിങ് പൊളിച്ചെടുത്തതിന് ശേഷം പിന്നീട് ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് അങ്ങനെ പൊങ്ങൂല. അപ്പോൾ അതുതന്നെ ഓവറാണ്. പിന്നെ സബ് വേകൾ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 500 മീറ്റർ ഇടവിട്ടിട്ട് നമ്മുടെ തുരങ്കപാതയുടെ ഉള്ളിൽ സബ് വേകളുണ്ട്. അതായത് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് കടക്കാനുള്ള സബ് വേകൾ ഇങ്ങനെ ഒരുപാട് നിർമ്മിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടി ആട്ടോ ഒരുപാട് പൊട്ടിച്ചെടുക്കാണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. അതൊക്കെ തന്നെ ആട്ടോ 5 കൊല്ലം എന്നൊക്കെ പറയുന്നത്. എന്തായാലും തുരങ്കത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ വർക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഉള്ളോട്ടൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. ഏതായാലും തുരങ്കപാതൻ്റെ കറക്റ്റ് വർക്കിൻ്റെ വീഡിയോകളൊക്കെ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ കേട്ടോ. ഇനി തുരങ്കം ഇവിടെ ഈ ഭാഗത്ത് ഫസ്റ്റ് ബ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഏതായാലും ചിലപ്പം എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ഉണ്ടാവും. ആനക്കാമ്പയിൽ ഉദ്ഘാടനം കഴിഞ്ഞതുപോലെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് വരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണട്ടോ. ഇവിടുന്ന് കാണാൻ തന്നെ നല്ല ഹരാണ്. ഇവിടുന്ന് ആ കാണുന്ന മണ്ണുകളൊക്കെ വലിയൊരു കുന്നായി മാറിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കൊണ്ടിട്ട മണ്ണുകളാണ് അതൊക്കെ. വെള്ളരിമല എന്ന് പറഞ്ഞ മലേൻ്റെ ഉള്ളിൽ കൂടി അല്ലേ നമ്മുടെ തുരങ്കപാത പോകുന്നത്. വെള്ളരിമല ആരോ ഒന്ന് പറഞ്ഞത് കേട്ടു. എന്നാലും മഴക്കാലമാകുന്നതിന് മുമ്പ് ഇവരുടെ എൻട്രി ഭാഗത്തുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഉറവെടുക്കുന്ന വെള്ളങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിച്ച് പോകുമ്പോഴാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഏതായാലും ബുദ്ധിമുട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. 5 കൊല്ലം കൊണ്ട് ആളുകൾക്ക് നമ്മുടെ താമരശ്ശേരി ചുരം വഴി ഇതിലെയും ചരക്ക് വാഹനങ്ങളൊക്കെ ഇതിലെ തന്നെ ആയിരിക്കും, ഇതിലേ പോകാൻ കഴിയട്ടെ. എന്നാൽ താമരശ്ശേരി ചുരം ഒന്ന് ഫ്രീ ആകും. ലോഡ് വാഹനങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞാൽ തന്നെ താമരശ്ശേരി ബദൽ ഒരു പാത നിർബന്ധമാണ്. നല്ല ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഏരിയയാണ്. ചെറിയ ഒക്കെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ വലിയത് സംഭവിക്കുന്നതിന് മുമ്പ് ഈ ബദൽപാത കൊണ്ട് വന്നാൽ സംഭവം ഉഷാറായി. അവിടെ ബ്ലോക്ക് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊക്കെ പോകണം. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക്, സുൽത്താൻ ബത്തേരി ഭാഗത്തേക്ക് പോകാൻ നമ്മുടെ താമരശ്ശേരി ചുരം തന്നെയാണ് എളുപ്പം. ഇതിലെ പോയി മേപ്പാടി വഴി ചുറ്റി പോകുന്നതിൽ എളുപ്പം അത് തന്നെ. പക്ഷേ നല്ല സേഫായിട്ടുള്ള റൂട്ടായിരിക്കും ഇത്. അത്രേ മാറ്റുള്ളൂ. താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ബ്ലോക്കൊക്കെ ആണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ഇത് നല്ല സേഫായിട്ടുള്ളൊരു റൂട്ടായിരിക്കും. ഇരട്ട തുരങ്കപാത. ഇത് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഹോൾസ് അങ്ങനെ നിൽക്കുന്ന കാഴ്ച ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അടിപൊളിയല്ലേ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ മടിയാണ് കേട്ടോ. നിന്നോടത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറയാൻ. ഇതൊക്കെ തന്നെ കേട്ടോ വർക്കിൻ്റെ കാഴ്ചകൾ. ഇതൊക്കെ തന്നെ. ഇവിടെ നിന്ന് മേപ്പാടിയിലേക്ക് എത്ര കിലോമീറ്റർ? 7 കിലോമീറ്റർ ഉണ്ട് കള്ളാടിയിൽ നിന്ന്.
മേപ്പാടി കോഴിക്കോട് 78. ഇവിടുന്ന് ആനക്കാമ്പൊയിൽ ഈ കോഴിക്കോട് നിന്ന് തിരുവമ്പാടി വഴി അതിലേ വരികയെന്നുണ്ട് 55ഉം 8ഉം 63-65 കിലോമീറ്റർ കയറിയെന്നാൽ 65 കിലോമീറ്റർ. മേപ്പാടിക്ക് എത്രയായി? 7 65 2 73. 78 കിലോമീറ്റർ കോഴിക്കോട് വരുമ്പം അതിലെ ലാഭമുണ്ട് അല്ലേ? ഏതായാലും ബത്തേരിയിലേക്ക് കൽപ്പറ്റയിലേക്ക് പോകാൻ എളുപ്പം ഇത് തന്നെ. മേപ്പാടി ഭാഗത്തേക്ക് എത്തണമെങ്കിൽ എളുപ്പം ഇത് തന്നെയാണ്. കൽപ്പറ്റയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട് നിന്ന് കൽപ്പറ്റ താമരശ്ശേരി ചുരം വഴി തന്നെ. ഏതായാലും കാറുകളൊക്കെ ചെറിയ വണ്ടികളൊക്കെ എന്തായാലും ചുരം വഴി തന്നെ കാഴ്ചകളൊക്കെ കണ്ട്, മഴക്കാലത്ത് വലിയ മഴയൊക്കെ നടക്കുന്ന സമയത്ത് ആളുകൾ അധികം ഈ റൂട്ട് തന്നെ തിരഞ്ഞെടുക്കും കേട്ടോ. എന്തായാലും 5 കൊല്ലം കഴിയണ്ടേ. കാണുന്ന കറുപ്പ് കളറ് കാണുന്നൊക്കെ നല്ല കരിമ്പാറാണ് കേട്ടോ. സ്റ്റാർട്ടിങ് ഇവിടെ മുൻഭാഗത്ത് ഫുള്ള് മണ്ണാണ്. ഇനി അവിടെ ഇങ്ങനെ മണ്ണെടുത്ത് വരുമ്പോൾ അടിയിലേക്ക് കരിമ്പാറാവാൻ സാധ്യത ഉണ്ട്. മഴക്കാറുണ്ടല്ലോ. അവിടെ പൊടിൻ്റെ കളി കേട്ടോ. ലോറി പോയ കാഴ്ചയാണ്. ഏതായാലും വണ്ടിയിൽ ഇതാണ് നമ്മുടെ മേപ്പാടിയിലേക്ക് പോണ റോഡ്. അപ്പോൾ സ്നേഹിതന്മാർ, ഇതൊക്കെ കേട്ടോ നമ്മുടെ തുരങ്കപാതൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ വർക്ക് അങ്ങോട്ട് എടുത്ത് പോയിട്ട് കാണിക്കാനുള്ള അവരനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാഴ്ചകൾ ചുരുക്കം, അതായത് എൻ്റെ അഭിപ്രായത്തിൽ കൈരളി TV മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ആൾക്കാർ ആരും അങ്ങോട്ട് പോകുന്നത് കാണില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. എന്താ ചെയ്യലേ? നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം. ഇവിടുന്ന് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഹരാട്ടോ ഇവിടുന്ന് നേരിട്ട് കാണുന്നത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.